പുണ്യാളൻ മുഖ്യമന്ത്രിക്കാലം സുവർണകാലമാണെന്നാണല്ലോ കോൺഗ്രസ്സുകാർ പാടി നടക്കുന്നത്. അതിലെ യാഥാർത്ഥ്യം കുറച്ചെങ്കിലുമൊക്കെ നമ്മൾ ചികഞ്ഞ് നാട്ടുകാരെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. എന്തായിരുന്നു അന്നത്തെ അവസ്ഥയെന്ന്? പ്രതിപക്ഷത്തിരിക്കുന്നതുകൊണ്ടായിരിക്കും ഈ തമ്മിലിടിയെന്ന് ചിലർക്ക് തോന്നാം. കാര്യം 10 വർഷം പുറകിലേക്കൊക്കെ പോകുമ്പോൾ ആൾക്കാർക്ക് പല കാര്യങ്ങളും വിസ്മൃതിയിലാണ്ട് പോകും. ആ നിലയ്ക്ക് പുണ്യാളൻ ഭരണത്തിലിരിക്കുന്ന ആ സുവർണ കാലത്ത് പരസ്പരം തമ്മിലടി എന്തിനു വേണ്ടിയാണെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ അന്നത്തെ കാലഘട്ടത്തിലെ ഒരു വാർത്ത നിങ്ങൾക്ക് വേണ്ടി അങ്ങ് ഡെഡിക്കേറ്റ് ചെയ്ത് തരികയാണ്. നമസ്കാരം, ന്യൂസ് അവറിലേക്ക് സ്വാഗതം. 5ാം മന്ത്രിയും കോൺഗ്രസ് മന്ത്രിമാരുടെ വകുപ്പുകളിലെ അഴിച്ചുപണിയും കോൺഗ്രസിനുള്ളിൽ തന്നെ പുതിയ വിവാദങ്ങൾക്ക് വഴിവെക്കുന്നു. ആഭ്യന്തരം തിരുവഞ്ചൂരിന് നൽകിയതിനെതിരെ പ്രതിഷേധവുമായി രമേശ് ചെന്നിത്തല. പല കോൺഗ്രസ് നേതാക്കളും പ്രതിഷേധം മറച്ചുവെക്കാതെ പരസ്യമായി രംഗത്ത്. ന്യൂസ് അവർ വിശദമായി പരിശോധിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. 5ാം മന്ത്രിക്കൊടുവിൽ ആന്റി ക്ലൈമാക്സ്. ഉമ്മൻചാണ്ടി ആഭ്യന്തരമൊഴിഞ്ഞു. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പുതിയ ആഭ്യന്തരമന്ത്രി. അടൂർ പ്രകാശനും ശിവകുമാറിനും വകുപ്പുമാറ്റം. ആര്യാടന് ഗതാഗതം കൂടി. വകുപ്പുമാറ്റം സോണിയാഗാന്ധിയുടെ അനുമതിയോടെയെന്ന് ഉമ്മൻചാണ്ടി. രമേശ് ചെന്നിത്തല ഹൈക്കമാൻഡിനെ പ്രതിഷേധം അറിയിച്ചു. ആര്യാടനും മുരളീധരനുമടക്കം കോൺഗ്രസ് പ്രമുഖർ സത്യപ്രതിജ്ഞ ബഹിഷ്കരിച്ചു.